നിങ്ങൾ വിചാരിക്കും ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന്. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നല്ല കേട്ടോ. ഞാൻ ഒരു വട്ടം ചെയ്തതാണ് ഗെറ്റ് റെഡി വിത്ത് മീ. അങ്ങനെ തന്നെയാണ് എപ്പോഴും ഞാൻ ഒരുങ്ങാറ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഞാൻ ആ വീഡിയോ തന്നെ ഇടാത്തത്. സാധാരണ എപ്പോഴും ഇടുന്ന പോലെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ചൊക്കെ വന്നോട്ടെ എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിടുന്നത്. ഞാൻ ഇങ്ങനെ ഒരുങ്ങുന്ന കണ്ടിട്ടൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സിനിമയ്ക്ക് പോവാണ് കേട്ടോ. ഏത് പടം ഇറങ്ങിയാലും നമ്മൾ പോയി കാണണം എന്നാണല്ലോ. പക്ഷേ എല്ലാ പടമൊന്നും പോയി കാണില്ല. റിവ്യൂ കണ്ടിട്ട് നല്ല അഭിപ്രായമുള്ളത് മാത്രമാണ് നമ്മൾ പോയി കാണുക. അങ്ങനെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. അപ്പം എന്തായാലും കണ്ടിട്ട് പറയാം കേട്ടോ. ഞങ്ങൾ 7:30-ക്കുള്ള ഷോയ്ക്കാണ് കേട്ടോ ബുക്ക് ചെയ്തത്. പക്ഷെ ഞങ്ങൾ 5:45 തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ടൗണിൽ ചെന്നിട്ട് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടമാണ്. പിന്നെ ഞങ്ങൾ കാപ്പിയും കട്ട്ലേറ്റും കൂടിയിട്ട് ഓർഡർ ചെയ്ത് അത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഡ്രസ്സ് മാറ്റി കേട്ടോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എപ്പോൾ ബത്തേരി പോകാനുണ്ടെങ്കിൽ നിനക്ക് ഈ ഡ്രസ്സ് എടുത്തിടാനുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ ഡ്രസ്സ് ഇടാമെന്ന്. തിയേറ്ററിൻ്റെ ഉള്ളിൽ അങ്ങനെ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം കേട്ടോ ഞാൻ ഷട്ടർ ഇട്ടത്. കാരണം അവർ AC നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പടത്തിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു അടിപൊളി മൂവിയാണ്. എല്ലാവരും വേണമെങ്കിൽ പോയി കാണുക. അതിൽ എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വർക്കായെന്ന് ചോദിച്ചാൽ എനിക്കത് വർക്കായിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ടാറ്റ.